മണിയൂർ ചെല്ലട്ടുപൊയിൽ ഉല്ലാസ് നഗർ പ്രദേശത്ത് നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിനെതിരെ പ്രതിഷേധവുമായി ജനകീയ സമരസമിതി രംഗത്ത്. സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പരിസ്ഥിതിക്കും കുടിവെള്ളത്തിനും ആരോഗ്യത്തിനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുന്നത്. ചൊവ്വാഴ്ച മണിയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഞങ്ങൾ മണിയൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് ചെല്ലട്ടുപൊയിൽ ഉല്ലാസ് നഗർ എന്ന പ്രദേശത്ത് നിന്ന് വരികയാണ്. ഞങ്ങളുടെ വിഷയം അവിടെ പാലിയം മണിയൂർ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ ചെല്ലട്ടുപൊയിൽ തുടങ്ങുന്ന ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ടാണ്. ആദ്യകാലങ്ങളിൽ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ സെൻ്റർ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകളൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അവസാനം ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പണിയൊക്കെ പൂർത്തിയായി അതിൻ്റെ പ്രക്രിയകൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുറകുവശത്ത് ഒരു ടാങ്ക് നിർമ്മിച്ചപ്പോൾ അത് എന്തിനാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഇതിൻ്റെ വെള്ളങ്ങളൊക്കെ ഇതിൻ്റെ ഡയാലിസിസ് ചെയ്യുന്ന മലിനജലം അതിലേക്ക് കടത്തിവിട്ട് അതിനുള്ള ടാങ്കാണെന്ന് പറഞ്ഞപ്പോൾ പ്രദേശവാസികൾ ഉന്നയിച്ചത് ആ ടാങ്ക് ഒന്നുകിൽ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്ത് ഞങ്ങൾ മറ്റ് ഡയാലിസിസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രശ്നം നടക്കുന്ന ഡയാലിസിസ് സെൻ്ററിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ 7ഓളം ഡയാലിസിസ് സെൻ്റർ ഞങ്ങൾ സന്ദർശിക്കുകയും അതിൽ ഞങ്ങൾ പാനൂർ കാര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ പ്രദേശവാസികളൊക്കെ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിഭീകരമായ രീതിയിലാണ് ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ, ഈ മലിനജലവും ഒഴുകി ഏകദേശം 14ഓളം കിണറുകൾ അശുദ്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 8 വീടുകൾ അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ബന്ധു വീടുകളൊക്കെ താമസിക്കുകയാണ്. അത്രയും ദുരിതങ്ങൾ ഇതിനുള്ളിലുണ്ടെന്നുള്ളത് ഞങ്ങൾ വൈകിയാണ് മനസ്സിലാകുന്നത്. ഇത് വരാനുള്ള കാരണം ഞങ്ങൾ ഈ ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിക്കുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രദേശവാസികൾക്ക് ഒരു ഡയാലിസിസ് സെൻ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെ ഡയാലിസിസ് സെൻ്ററിലേക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെ എന്തൊക്കെ പ്രക്രിയകളുണ്ടെന്ന് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പാലിയം മണിയൂരുണ്ടായിരുന്നു. അത് അവിടെ നടന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ മണിയൂർ പഞ്ചായത്തിലേക്ക് ഈ വരുന്ന നാളെ 11-ാം തീയതി ഞങ്ങൾ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പഞ്ചായത്തിലേക്ക് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓതറൈസ്ഡ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നാണ് അവർക്കുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നതെന്നും അത് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരു പരാതി, ഞങ്ങളുടെ ഒരു സങ്കട ഹർജി, ഈ പ്രദേശവാസികളുടെ സങ്കട ഹർജി മണിയൂർ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ 2 പ്രാവശ്യം ഞങ്ങളെ ഇവിടെ പാലിയം മണിയൂർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരം കഴിഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ അവരുമായി ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം ജനവാസ മേഖലയിൽ ഒരിക്കലും ഞങ്ങളിപ്പം ജനം തിങ്ങിപ്പാർക്കുന്ന, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തിലെ പ്രത്യേകത ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് അവർ ടാങ്ക് ഫിറ്റാക്കിയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയത് അവർ ദിവസം ഒരു 25,000 ലിറ്റർ അവിടെ അവർ ആ ഒരു ടാങ്കിലേക്ക് അവർ വെള്ളം അവിടെ ആവശ്യമായി വരുമ്പോൾ അവിടെ അവർ സ്ഥാപിക്കേണ്ടത് കളക്ഷൻ ടാങ്ക് ഏതും 50,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് അവർ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അവരുടെ 10 രോഗികളാണ് അവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 10 രോഗികൾക്കുള്ള മെഷീനുകളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം വെച്ചിട്ടുള്ള ETP സംവിധാനം, ആ 10 രോഗികളെ വെച്ച് താങ്ങാനുള്ള ഒരു ETP സംവിധാനമല്ല ഇപ്പോൾ വെച്ചത്. 7 ലക്ഷം രൂപയുടെ ETP സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശാസ്ത്രീയപരമായി ഈ പ്രക്രിയ നടക്കണമെങ്കിലും അതുപോലെ തന്നെ ETP സംവിധാനവും 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ശാസ്ത്രീയപരമായിട്ട് അവിടെ ഈ മാലിന്യം സംസ്കരിക്കാനുള്ള ETP പ്ലാനും അതുപോലെ തന്നെ STP പ്ലാനിനും അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടി ഇത്രയും തുക അവിടെ വരും. ഇത് കേവലം ഒരു ഡെമോ വെച്ചുകൊണ്ട് 7 ലക്ഷം രൂപയുടെ ETP പ്ലാന്റും അതുപോലെ തന്നെ STP പ്ലാന്റുമാണ് അവിടെ സ്ഥാപിക്കുന്നത്. അത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ആര് വന്നാലും കാണാൻ പറ്റുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതിന് അതിയായ ഭീതിയുണ്ട്, അതുപോലെ തന്നെ ഇതിൽ അതിയായ ആശങ്കയുണ്ട്. ഈ ആശങ്കയെ അകറ്റി ഞങ്ങൾ അവിടെ നിന്ന് പറയാം, ഞങ്ങൾ ആ പ്രദേശവാസികൾ ആവശ്യപ്പെടുകയാണ്, ഈ ഒരു പാലിയം ഡയാലിസിസ് സെൻ്റർ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ജനവാസ മേഖല അല്ലാത്ത മറ്റ് പ്രദേശത്തേക്ക് സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമരസമിതി അവിടെയുള്ള നമ്മുടെ മണിയൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള ഡയാലിസിസ് രോഗികൾക്കും ഡയാലിസിസ് സെൻ്ററിനും എതിരല്ല. ഞങ്ങൾ ഈ ഡയാലിസിസ് ചെയ്യേണ്ടുന്ന രോഗികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ വല്ലാത്ത രീതിയിൽ ഞങ്ങളെപ്പറ്റി ഈ സമര സമിതിയെപ്പറ്റി മോശമായ രീതിയിൽ ഈ ഡയാലിസിസ് രോഗികൾക്കെതിരെയാണെന്ന രീതിയിലൊക്കെയുള്ള കിംവദന്തികളൊക്കെ അവിടെ അടിച്ചിറക്കുന്നുണ്ട്. ശരിയല്ല. ഞങ്ങൾ ഒരിക്കലും ഡയാലിസിസ് രോഗികൾക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെൻ്ററിനോ എതിരല്ല. ഞങ്ങൾ ഡയാലിസിസ് രോഗികളെ ചേർത്ത് പിടിക്കും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ആശങ്കയും ഞങ്ങളുടെ ഭയവും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജനവാസ മേഖലയിൽ ഞങ്ങൾക്ക് കുടിവെള്ളം വേണം. ഞങ്ങളുടെ കുടിവെള്ളം മലിനമാകരുത്, വായു മലിനമാകരുത്, അതുപോലെ തന്നെ മണ്ണ് മലിനമാകരുത് എന്നുള്ള ഇനിയും വരുന്ന തലമുറയ്ക്ക് ഒരു ദോഷം വരുന്ന രീതിയിലേക്കുള്ള ഒരു നവീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഇവരുടെ ഡയാലിസിസ് പ്രവർത്തനം, ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം അവിടെ പാടില്ല എന്ന് ഞങ്ങൾ ഈ സമരസമിതി ഉറച്ചു നിൽക്കുകയാണ്. അല്ല, എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, മാലിന്യ പ്രശ്നമാണ് തീരേണ്ടത്. പക്ഷേ ഇത് ആദ്യം തന്നെ ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങണേ ഞാൻ മനസ്സിലാക്കിയതും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏകദേശം 50 സെൻറ്റ് ഭൂമിയെങ്കിലും ഒരു ഡയാലിസിസ് സെൻ്റർ ആവശ്യമുണ്ട്. ആദ്യത്തെ അതിൻ്റെ ഒരു നോംസ് അനുസരിച്ച് 50 സെൻറ്റായിരുന്നു വേണ്ടത്. ഇത് ഏകദേശം 7 സെൻറ്റിലാണ് ഈ ഡയാലിസിസ് സെൻ്റർ ആദ്യം തുടങ്ങിയത്. ഈ 7 സെൻറ്റ് അവർക്ക് ഫ്രീ ആയി കിട്ടുകയും അതിൽ അവർ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുകയും പിന്നീട് അവർ കാർ പാർക്കിങ്ങിന് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർ ചെയ്ത മറ്റൊരു ഏറ്റവും വലിയൊരു ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വഞ്ചന എന്ന് പറയുന്നത്, അത് കാര്യാട് അതുപോലെ തന്നെ പാനൂർ കാര്യാട് ചെയ്ത അതേ ഒരു ടെക്നിക്കാണ് ഇവിടെയും ചെയ്ത്. അവിടെ നിന്നും 5 സെൻറ്റ് വാങ്ങി വേറെ പുറത്തൊരു 5 സെൻറ്റ് വാങ്ങിയിട്ട് അവിടെ ഒരു കിണർ കുഴിച്ച് ഇവിടുത്തെ മാലിന്യത്തിൻ്റെ 2 പൈപ്പുകളിട്ട്, ഒന്ന് ഇവിടെയുള്ള സോഫ്റ്റ് നിന്നുള്ള മലിനജലം മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാൻ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്ന ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്ന ഒരു പ്രദേശമായത്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് രണ്ടാമതൊരു ഇതിൻ്റെ ഒരു മലിനജലത്തിൻ്റെ ഒരു പൈപ്പ് അവർ നേരെ അപ്പുറത്തെ ഒരു വാങ്ങിയ ഒരു 5 സെൻറ്റിലേക്ക് അവർ ഇട്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. ഈ കാര്യങ്ങളൊന്നും പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരെ, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ആൾക്കാർ ഈ സഹോദരൻ്റെ ഏട്ടനാണ്. അദ്ദേഹമൊക്കെ ഈ സമരസമിതിയുടെ മുൻപന്തിയിലുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ജനങ്ങളിലേക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ വന്ന് കണ്ടാലും മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ വന്ന് കണ്ടാലും അതിനൊരു ഡയാലിസിസ് സെൻ്ററിന് ആവശ്യമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ പ്ലാനും അവിടെ ഉണ്ടായിട്ടില്ല. കേവലം 7 ലക്ഷം രൂപേൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7 ലക്ഷം രൂപയുടെ ETP സംവിധാനമാണ്. നിങ്ങൾ എവിടെ എടുത്തു വെച്ച് നോക്കിയാലും 60 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ വരുന്ന ഒരു സംഖ്യക്കുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ മലിനീകരണ പ്രോസസ്സിലുള്ള സാധനങ്ങൾ അവിടെ ഒക്കെ ഇത് ഏകദേശം ഒരാഴ്ച കൊണ്ട് കേടാവുന്ന രീതിയിലേക്കാണ് അവിടുത്തെ സജ്ജീകരിച്ചത്. അവർ പറയുന്നത് ISO മാർക്കോട് കൂടി ഞങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന പറയുന്നത്. നിലഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നുള്ള രീതിയിലാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരത് കേട്ടിട്ടില്ല എന്നുള്ള സാധനം പറഞ്ഞത് ആ മണ്ണിലേക്ക് വിടുന്നത്. അതിപ്പോ അവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ പ്രശ്നം തീരും? ഒരിക്കലുമില്ല. ഞങ്ങളെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് ഈ മലിനജലം ആകുമ്പോൾ അവിടെ ഈ ചെങ്കൽ പാറയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെങ്കലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സുഷിരങ്ങളിലൂടെ ഈ മലിനജലം പെട്ടെന്ന് ഭൂമിയിലേക്ക് ഉയർന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇതിന് വേറെ നോംസും കൂടിയുണ്ട്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് കെട്ടിടങ്ങൾ പാടില്ല. ഇത് 5 മീറ്ററിൽ എന്തുന്നൊരു അംഗനവാടിയുണ്ട്. രണ്ടാമതൊരു 5 മീറ്ററിൽ വേറെ തന്നെ ഒരു കുടിവെള്ള സ്രോതസ്സുണ്ട്. ആ കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണ് അംഗനവാടിയിലേക്ക് കുടിവെള്ളം എടുക്കുന്നത് തൊട്ടടുത്ത്. ഇത് കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിധിക്കടുത്ത് ഇതിൻ്റെ ഈ മാലിന്യ പ്ലാന്റിൻ്റെ ഈ ടാങ്കിൻ്റെ അടുത്ത് പോലും ഒരു കെട്ടിടങ്ങളോ അങ്ങനെയുള്ള ഒരു സാഹചര്യം പാടില്ല എന്ന് പറയുന്നുണ്ട്. ആൾക്കാർ പരീക്ഷ ചെയ്ത് അതുപോലെ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് മണിയൂർ. അപ്പൊ നിങ്ങൾ ഇത് അറിവില്ലായ്മ കൊണ്ട് എന്ന് പറഞ്ഞ ഒഴിവാകാനാവും. ഇപ്പൊ സംഗതി നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു നിലവിൽ എത്തിക്കഴിഞ്ഞ സാധനം പെട്ടെന്ന് നിങ്ങൾ തന്നെ പറയാൻ അടച്ചു കൂട്ടണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസ്. അല്ല, ഞങ്ങൾക്ക് മാത്രമല്ല അറിവില്ലായ്മ സംഭവിച്ച്, പാലിയത്തിനും അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു 7 സെൻറ്റ് സ്ഥലത്ത് ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങാൻ പറ്റില്ല. ഇവർ ഈ കെട്ടിടം എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് വേറെ ഒരു ഭൂമി ഇത് അറിഞ്ഞതിന് ശേഷം അവരും പഠിച്ചതിന് ശേഷമാണ് വേറെ ഭൂമി വാങ്ങുന്നത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏത് അതെ അനുമതി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയാലിസിസ് സെൻ്ററിൻ്റെ ഇപ്പം ഞങ്ങളിപ്പം മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ 7 സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചു. അതിലൊരു സെൻ്റർ പ്രവർത്തിക്കുന്നത് ട്രസ്റ്റിൻ്റെ ലൈസൻസോട് കൂടിയാണ്. അപ്പോൾ ഈ ജനങ്ങൾ ആരും പോയിട്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അറിവില്ലാത്ത ജനങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ആരും മനസ്സിലാക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പം പഞ്ചായത്തുമായിട്ട് സംസാരിച്ചപ്പോൾ കെട്ടിടത്തിന് ബിൽഡിങ്ങിന് മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ.
ആ പെർമിഷൻ പ്രകാരമാണ് ഇപ്പോൾ അവിടെ കെട്ടിടം നിലവിൽ വന്നിട്ടുണ്ട്. ഡയാലിസിസ് സെൻ്ററായി മാറണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും അതുപോലെ തന്നെ DMOയുടെയും അതുപോലെ തന്നെ സോയിൽ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ മണ്ണിൻ്റെ ഗുണനിലവാരം അവിടെ ടാങ്ക് സ്ഥാപിക്കാൻ പറ്റുമോ എന്നുകൂടെ പരിശോധിച്ചാണ് അവിടെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിവ്. പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിവ്. അത് ഡയാലിസിസ് സെൻ്ററായി മാറണമെങ്കിൽ ഇത്തരം പ്രോസസ്സുകൾ ഈ സർട്ടിഫിക്കറ്റുകൾ അവിടെ വേണം. ഞങ്ങളെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും സാറിനതിപ്പോൾ ഒരു മനുഷ്യത്വരഹിതമായി തോന്നാം. ഞങ്ങൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇത്തരം രോഗികളെ സംരക്ഷിക്കുകയും ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്കിതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 7 സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്തായിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത 7 സ്ഥലങ്ങളിലും ഈ മാലിന്യ സംസ്കരണ പ്ലാന്റും അതുപോലെ തന്നെ പ്രവർത്തനവും പാടെ നിലച്ചു പോയിട്ട് തകിടം പറഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് തട്ടുകടക്ക് കൊടുക്കുന്ന ലൈസൻസ് പോലെ ഇവിടുത്തെ ഡയാലിസിസ് സെൻ്ററുകൾക്ക് ഈ ലൈസൻസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും കൊടുത്താൽ ഇവിടെ ഗുരുതരമായ വീഴ്ചകൾ, ഇത്തരം വലിയ വീഴ്ചകളാണ് വരിക. കാരണം ഈ കണ്ടൻറ്റ് അതിലടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഭൂമിയിലേക്ക് അടങ്ങിയാൽ കുറേ കാലം വരെ ഇത് ഭൂമിയിൽ നിൽക്കുകയും നമുക്ക് കുടിവെള്ളം പോലും ഒന്നും അന്യമായി പോകുന്നൊരു ചുറ്റുപാടുണ്ട്. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഗവൺമെൻറ് കൃത്യമായി തന്നെ ഒരു ഇത്തരം രോഗികളെ സൃഷ്ടിക്കുന്ന ഡയാലിസിസ് സെൻ്ററുകൾ സ്ഥാപിക്കുക എന്നല്ലാതെ കിഡ്നി രോഗികൾ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിരോധ മാർഗങ്ങളും മറ്റെല്ലാ രോഗങ്ങൾക്കും ഈ ആരോഗ്യ മേഖലയിൽ പ്രിവെൻഷൻ ഉണ്ട്, അത് പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് കിഡ്നി രോഗികളുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് സൊല്യൂഷൻ കാണാനാവാത്തത്? ഇതെങ്ങനെയാണ് കിഡ്നി രോഗികൾ സൃഷ്ടിക്കപ്പെടുന്നത്? അല്ല, അതിൽ നിന്നും ജനങ്ങളെ മാറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ഈ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ എന്താണ് ഗവൺമെൻറ് ചെയ്യാത്തത്? ഇതിങ്ങനെ അതെ അല്ല, ഞങ്ങൾ പറയുന്നത് ഡയാലിസിസ് സെൻ്ററുകൾ മുളച്ചു വരുന്ന കാര്യത്തിലാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതല്ല റെഡിക്ക് രോഗികളായിട്ട് ഡയാലിസിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈ ഗവൺമെൻറ് ഈ ഡയാലിസിസ് കിഡ്നി രോഗം എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞ രീതിയിൽ ഇവർ അവിടെയുള്ള ഈ പറഞ്ഞ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള സ്ഥലം അവിടെ ഇല്ല, മനസ്സിലായോ? ഇല്ല. ഓക്കെ, സ്ഥലപരിമിതി ആദ്യം പറഞ്ഞില്ലേ, സ്ഥലപരിമിതി ഉണ്ട്. ഏത് ഇതിപ്പോ 2 നില ബിൽഡിംഗ് ആണ്, 2 നില ബിൽഡിംഗ് ആണ്. ഏത് ഇത് ഏകദേശം ഒരു വാർഡ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, 5ഓളം കുടിവെള്ള സ്രോതസ് നിൽക്കുന്ന സ്ഥലം ഇതിന്റെ താഴ്വര തീർത്ത്. അത് ഈ പൈപ്പ് ഇട്ടത് എന്റെ വീടിന്റെ മുന്നിൽ കൂടിയാണ്. ആ പൈപ്പ് പോകുന്നത് അല്ല, 2 കിണറുകൾ 17ാം വാർഡിന്റെ 3/4 ഭാഗത്തും ഈ വെള്ളം വ്യാപിക്കും. ഈ വെള്ളം ഇവര് തൽക്കാലം ഒരു കല്ലുവെട്ട് കുഴി വാങ്ങിയിട്ട് അതിലേക്ക് ഉള്ള സംവിധാനത്തിലായിരുന്നു പദ്ധതി. ആ സ്ഥലം ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. കിണർ വേറെയാണ് കുഴിച്ചത്. സാറ് ഞാൻ പറഞ്ഞ ഒന്ന് പറഞ്ഞോട്ടെ, അല്ലേ ഞാൻ പറഞ്ഞില്ലേ 17ാം വാർഡിലെ ഏകദേശം 100ഓളം കുടുംബമുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ കുടിവെള്ള പദ്ധതി എല്ലാ കുടിവെള്ള പദ്ധതിക്കും ബാധിക്കും. സാങ്കേതിക രോഗങ്ങൾ അങ്ങനെ പോയി പയ്യോലൊക്കെ പോയി കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.